ഹായ് ആൾ, വെൽക്കം ടു ഫസേര ഫാഷൻ. ഫസേര ഫാഷന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതുതായി വന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ട് തന്നെയാണ്. ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ട്രെയിനിങ് സെന്റർ, കാറ്റഗറി നമ്പർ 322 2024. സ്വിംഗ് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് 2024 ഏറ്റവും ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് തന്നെ പറയാം. കാരണം ഇനി ഇവിടുന്ന് ഈ 2 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇതൊരു ഗോൾഡൻ ചാൻസ് കൂടിയാണ്. കാരണം ഏറ്റവും മികച്ചൊരു പോസ്റ്റാണ്. മറ്റു പോസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാലറി സ്കെയിലും അതോടൊപ്പം തന്നെ പ്രൊമോഷനും ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ ഏതൊക്കെ ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത്, എന്നായിരുന്നു എക്സാം നടന്നത്, എത്ര പേര് എക്സാം എഴുതി, അതോടൊപ്പം തന്നെ എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തു, എത്ര പേർക്ക് അഡ്വൈസ് പോയി, എത്ര പേർക്ക് ജോലി ലഭിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തവണ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 322 2024. നമുക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 30 October 30 ലാസ്റ്റ് ഡേറ്റ്. September 30 നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു മാസത്തോളം നമുക്ക് സമയമുണ്ട്, ഒരു മാസം ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ അപ്ലൈ ചെയ്യാം. 322/2024 കാറ്റഗറി നമ്പർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ. സ്കെയിൽ ഓഫ് പെയർ എന്നത് 35,600 മുതൽ 75,400. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ് ഇതെന്ന് പറഞ്ഞിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 5 ആണ്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 5 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്തത് അതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെയാണ്. ഇതിൽ ഡേറ്റും തന്നിട്ടുണ്ട്. 2/1/1988 1/1/2006 ഇടയിലുള്ള ആളുകളാണെങ്കിൽ അത് ആ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇതിനുള്ളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പ്ലസ് അതോടൊപ്പം തന്നെ SC ST അത് OBC വിഭാഗക്കാർക്കുള്ള ഏജ് റിലാക്സേഷൻ PSC കൊടുക്കുന്നത് പോലെ OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷമാണ് നോർമലി കൊടുക്കാറുള്ളത്. ആ ഒരു റിലാക്സേഷൻ ഈ ഒരു പോസ്റ്റിനും അവൈലബിൾ ആയിരിക്കും. ദെൻ ക്വാളിഫിക്കേഷൻ, ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരിക. നമ്മളെല്ലാവരും ചോദിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ പറയാണ്, ഇതൊരു പഠിപ്പിക്കുന്ന പോസ്റ്റ് ആണെങ്കിൽ പോലും ഇതിന് കേട്ടറ്റിന്റെ ആവശ്യമില്ല. പല ആളുകളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, കേട്ടറ്റ് വേണോ എന്നാണ്. കൂടുതൽ ആളുകൾ നിങ്ങൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി പേര് കേട്ടറ്റ് വേണോ എന്നുള്ള ചോദിച്ചത്. അപ്പൊ ഇതൊരു പഠിപ്പിക്കുന്ന പോസ്റ്റാണ്. നമ്മൾ സ്കൂളുകളിലുള്ള പോസ്റ്റുകൾക്കാണ് കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ITI ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കീഴിലുള്ള പോസ്റ്റുകൾക്കൊന്നും തന്നെ ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ട് ഇതുവരെ കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് കേട്ടറ്റിന്റെ ആവശ്യമില്ല. നോർമലി ഇതിൽ വേണ്ട ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ് അല്ലെ. എ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. 10ാം ക്ലാസ്സോ അതിന് തുല്യതയായിട്ടുള്ള എക്സാമോ എഴുതിയിട്ടുണ്ട് അവരാണ് ഒന്നാമത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ജനറലി ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഡ്രസ് മേക്കിംഗ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ 2 years ഓഫ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഇൻ വുമൻസ് പോളിടെക്നിക് കോളേജ് ഇൻ കേരള. കേരളത്തിലെ വുമൻസ് പോളിടെക്നിക്കിൽ 2 വർഷത്തെ പഠനം വേണം. 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഡ്രസ് മേക്കിംഗ് ആണ്. ഡ്രസ് മേക്കിംഗ് 1 year ഡ്രസ് മേക്കിംഗ് ഉണ്ട്, അത് ഇതിന് അപ്ലിക്കബിൾ അല്ല. 2 വർഷത്തെ കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഡ്രസ് മേക്കിംഗ് അല്ലെ, അത് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഡ്രസ് മേക്കിംഗ് കഴിഞ്ഞ ആളുകൾക്കാണ്. അത് വുമൻസ് പോളിടെക്നിക്കിലാണ്. വുമൻസ് പോളിടെക്നിക്കിൽ മാത്രമുള്ള ഒരു കോഴ്സാണ് ആ കോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഹയർ ഇൻ ടൈലറിംഗ് എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്ക്. ഇതാണ് നമ്മൾ നോർമലി പറയാറുള്ളത് KGT എക്സാമിനേഷൻ. KGTന്റെ ലോവറും ഹയറും കഴിഞ്ഞ ആളുകൾ എന്നാണ് പറയാറുള്ളത്. ടൈലറിംഗ് എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്ക് എന്നതിന്റെ ഹയറും ലോവറും എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതാണ് ഒരു ഓപ്ഷൻ എന്നുള്ളത്. ഇപ്പൊ ഈ KGTന്റെ ഹയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോഴ്സ് തന്നെയാണ് ഈ പിന്നീട് FDGT എന്നുള്ള പേരിൽ പുതിയതായിട്ട് വന്നത്, ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി. ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്ന ആളുകളും ഇതോടൊപ്പം തന്നെ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്ന ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ തൊട്ട് മുന്നേ നടന്ന ഈ ഒരു പോസ്റ്റിൽ ഇതേ ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റിലുള്ള ഇക്വലൻസി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കറിയാം KGTക്ക് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകളും ഹയർ ആയിട്ടുള്ള കോഴ്സുകളും ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇതിന് തൊട്ട് മുന്നേ ഇതേ നടന്ന എക്സാമുകളിലുള്ള ഇക്വലന്റ് ക്വാളിഫിക്കേഷന്റെ ലിസ്റ്റ് PSC പുറത്തു വിട്ടിരുന്നു. അപ്പൊ ആ ലിസ്റ്റിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് എല്ലാം നിൽക്കുന്ന ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, പ്രീവിയസ് നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ അന്നത്തെ അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ അതിൽ കാറ്റഗറി നമ്പർ ലാസ്റ്റ് വിളിച്ചത് 003/2014, അതായത് 2014 തുടക്കത്തിൽ അല്ലെ മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആയിട്ട് വന്നതാണ് PSC. അപ്പൊ 2014 ഫസ്റ്റ് സമയത്താണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചത്. 2014 വിളിച്ചത്. നെയിം ഓഫ് ദി പോസ്റ്റ് ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ എന്ന് തന്നെയായിരുന്നു. ദെൻ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 15/3/2014 അല്ലെ, March 15 നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു 1 month അപ്ലൈ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ OMR എക്സാം നടന്നത് 6/3/2015, അതായത് ഒരു വർഷം എടുത്തിട്ടുണ്ട് അല്ലെ. 15/3/2014 വന്നു. അതേപോലെ തന്നെ 6/3/2015 എക്സാം നടന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് 2017 2015 എക്സാം നടന്നതിന് ശേഷം 2017 2 വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 41.67 ആയിരുന്നു. 41.67 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. ദെൻ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒരു വർഷത്തിന് ശേഷം 12/6/2018. ഇപ്പൊ 2018 റാങ്ക് ലിസ്റ്റ് വന്നു. 3 വർഷം എന്ന് പറയുമ്പോൾ 2019, 20, 21, ഏകദേശം 2021 തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 74 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതോടൊപ്പം തന്നെ ടോട്ടൽ അഡ്വൈസ് പോയത് 36 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയത്. ഇതിന്റെ മെയിൻ ലിസ്റ്റ് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. നിങ്ങൾ ഫസേര ഫാഷനിൽ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളുടെ മിസ് ചാന്ദിനി മിസ് ആദ്യമായിട്ട് മെയിൻ ലിസ്റ്റിൽ വന്ന എക്സാം ഇതായിരുന്നു. ചാന്ദിനി മിസ്സിന് റാങ്ക് വന്നിരുന്നത് 46 ആയിരുന്നു റാങ്ക് വന്നത്. അപ്പൊ ഞാൻ ഇതിന് തൊട്ട് മുന്നല്ല ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ മുന്നേ സീനിയർ ഇൻസ്ട്രക്ടർ ആണ് വിളിക്കേണ്ട പോസ്റ്റ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ ആദ്യം നടന്നത് ഇൻസ്ട്രക്ടർ എക്സാം ആയിരുന്നു. അതിനുശേഷമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നടന്നത്. അപ്പൊ ഇതിൽ അന്ന് ചാന്ദിനി മിസ്സിന് റാങ്ക് 46 ആയിരുന്നു. അതിനുശേഷം ജൂനിയർ ഇൻസ്ട്രക്ടറിൽ റാങ്ക് 14 വന്നു. അതിനുശേഷമാണ് മിസ് എഴുതിയ സ്വീൻ ടീച്ചറിൽ റാങ്ക് 1 വന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും, ഓരോ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നിടത്തോളം നമ്മളുടെ റാങ്ക്, നമ്മളുടെ നിലവാരം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ മിസ്സിന്റെ ആ റാങ്കും കൂടി ഇതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാണ്. ദെൻ ലാസ്റ്റ് അഡ്വൈസ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 36 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസികൾ നോക്കണ്ട, അതിൽ കൂടുതൽ പോകും. ഇതിൽ വരുന്ന സമയത്ത് 13 വേക്കൻസി ആയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 13 വേക്കൻസിയോളം ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ 15ന്റെ ഉള്ളിൽ, ആ 15നെ 30ന്റെ മുകളിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇരട്ടി പോസ്റ്റിലോട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. 2021 8 മാസം 4 ലാസ്റ്റ് അഡ്വൈസ് പോയത് അല്ലെ. 2018 നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ ഏകദേശം 3 വർഷം, 2021 എൻഡോട് കൂടിയിട്ട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ഇപ്പൊ 5 പോസ്റ്റാണ് വേക്കൻസി പറയുന്നത്. ഇനിയും അതിലുള്ള പോസ്റ്റിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊമോഷൻസ് ലഭിക്കാനുണ്ട്. അപ്പോൾ പ്രൊമോഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം നല്ലൊരു പോസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഫസേറിന്റെ ഓൺലൈൻ ആയിട്ടുള്ള PSCന്റെ കോച്ചിങ്ങിൽ ഈ എല്ലാ കോഴ്സുകളിലേക്കുള്ള PSC കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നിലവിൽ ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ടൈലറിംഗ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ 687 കാറ്റഗറിയിലെ കോഴ്സിന്റെ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നെക്സ്റ്റ് ഡിസംബറിൽ വരാൻ പോകുന്ന കേട്ടറ്റിന്റെ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി 645 ഡിസംബർ 4 എക്സാം നടക്കുന്ന ഈ ഒരു ബാച്ചും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫസേര ഫാഷന്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഡെമോ ക്ലാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ല, ഉടനെ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏകദേശം സിലബസ് തന്നെയായിരിക്കും നമ്മളുടെ ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പോസ്റ്റുകൾക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സാം ഡ്രസ് മേക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഈ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്ററിന്റെ ഇൻസ്ട്രക്ടർ എക്സാം ആണ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചത് അടുത്ത വർഷത്തിലുണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് വർഷത്തെ സ്വീൻ ടീച്ചറും. അപ്പൊ 2025 ഈ എക്സാമുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. 2025 നമുക്ക് ഈ എക്സാമുകൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ബാച്ചിൽ ക്ലാസിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സിലബസിൽ എന്ത് മാറ്റം വന്നാലും ആ ക്ലാസ്സസിലും ഞങ്ങൾ ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. സബ്ജക്ട് വൈസ്ഡ് ആയിട്ടും
അതല്ലാത്ത രീതിയിൽ മിക്സ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റോട് കൂടി എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാം, ഡെമോ ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം, അതോടൊപ്പം തന്നെ ആപ്പിലും കയറി നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തില്ലാത്ത ആളുകൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കരുത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഉടനെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഫസേറിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളുടെ സ്വിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള PSC യുമായി ബന്ധപ്പെട്ട എല്ലാ ന്യൂസും കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.